മൂന്നാർ ദേവികുളം ഗ്യാപ് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ. ഇന്ന് രാവിലെയായിരുന്നു പാതയോരത്തു നിന്നും വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മറ്റു രീതിയിലുള്ള അപകടങ്ങളില്ല. സൂര്യനെല്ലിയിലേക്ക് പോയ KSRTC ബസ്സും ഇതുവഴി സഞ്ചരിച്ച 2 ഇരുചക്രവാഹന യാത്രികരും മണ്ണിടിച്ചിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. മൂന്നാർ ദേവികുളം ഗ്യാപ് റോഡിൽ വീണ്ടും മണ്ണിടിഞ്ഞു. ഗ്യാപ് റോഡിൽ നിന്നും ബൈസൺവാലി ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷന് സമീപത്തായാണ് ഇന്ന് രാവിലെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. പാതയോരത്ത് നിന്നും റോഡിലേക്കും കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മറ്റു രീതിയിലുള്ള അപകടങ്ങളില്ല. സൂര്യനെല്ലിയിലേക്ക് പോയ KSRTC ബസ്സും ഇതുവഴി സഞ്ചരിച്ച 2 ഇരുചക്രവാഹന യാത്രികരും മണ്ണിടിച്ചിലിൽ നിന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. 10ഓളം യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഇടിഞ്ഞെത്തിയ കല്ലും മണ്ണും നീക്കാൻ സമയമെടുത്തേക്കുമെന്നാണ് വിവരം. പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞ് നിലനിൽക്കുന്ന സ്ഥിതിയുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് താൽക്കാലികമായി ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പോയ വർഷങ്ങളിലൊക്കെയും മഴ കനക്കുന്ന ഘട്ടങ്ങളിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മണ്ണിടിഞ്ഞതോടെ ഇത്തവണയും പതിവ് ആവർത്തിക്കപ്പെട്ടു. ഗ്യാപ് റോഡിന്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണ ഘട്ടം മുതൽ ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിർമ്മാണ സമയത്ത് മലയിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അതിനുശേഷവും പലതവണ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. മുൻവർഷമുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കൃഷിനാശം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാര തുക നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഗ്യാപ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുള്ളത്. KSRTC ബസ്സിലെ 10 യാത്രക്കാരും 2 ഇരുചക്രവാഹനങ്ങളും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.